അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് നമ്മൾ നോക്കി, ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, അതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രീസ് ആണ്. ഇൻവെൻട്രീസ് മീൻസ് നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന വേരിയസ് സ്റ്റോക്ക്, ടോട്ടൽ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. എന്തുണ്ടായിരിക്കും, ഒരു ഓർഗനൈസേഷൻ മാനുഫാക്ചറിങ് കൺസേൺ ആവുന്ന സമയത്താണ് നമുക്കവിടെ ഇൻവെൻട്രീസ് വരുന്നത്. ട്രേഡിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തില്ല, ഇൻവെൻട്രീസ് ഇല്ല. അവിടെ നമ്മൾ മിയർലി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് മാത്രമാണ് നടത്തുന്നത്. എന്നാൽ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആവുന്ന സമയത്ത് അവിടെ നമുക്ക് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, ആൻഡ് അതിന് വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, ആൻഡ് അൾട്ടിമേറ്റ്ലി അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നു. അവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട്, നമുക്ക് ഇൻവെൻട്രീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേണിൻ്റെ കേസിൽ ഇൻവെൻട്രീസ് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു മേജർ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇൻവെൻട്രീസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താവരുത്, എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെൻട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താവരുത്, കുറഞ്ഞു പോകാനും പാടില്ല. ഒരു മിനിമം ഓർ ഒരു അഡ്വക്കേറ്റ് ലെവലിലായിരിക്കണം നമ്മൾ ഇൻവെൻട്രീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൽ നോക്കേണ്ടത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ എന്താണ് ഇൻവെൻട്രി. ഇൻവെൻട്രി നമുക്കറിയാം എന്താണ്, ഓർഗനൈസേഷനിൽ ഓർ മാനുഫാക്ചറിങ് കൺസേണിൽ യൂസ് ചെയ്യുന്ന ഏതൊരു സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിനെയും നമുക്ക് എന്ത് പറയാം, വി ക്യാൻ ടേംഡ് ആസ് ഇൻവെൻട്രി. It include raw materials, work in progress, finished goods and stores and spares. എന്താണ്, നമ്മൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന് വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യേണ്ട സെർട്ടൻ സ്റ്റോഴ്സ് ഉണ്ട്, സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ്. നമ്മൾ എങ്ങനെ പറയാം, നമുക്ക് സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർഗനൈസേഷനിൽ ഇപ്പോൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ആണെങ്കിലും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാതെ എന്നാൽ അതിൻ്റെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന സെർട്ടൻ ഐറ്റംസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ക്ലീനിങ് പർപ്പസിന് വേണ്ടി നമ്മൾ വേരിയസ് ഐറ്റം കീപ്പ് ചെയ്യുന്നുണ്ടാകും. സ്റ്റേഷനറി ഐറ്റംസ്, ഇപ്പോൾ നമ്മളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ ഓഫീസിലേക്ക് എന്തൊക്കെ വേണ്ടി വരും, നോട്ട് പാഡ്സ് വേണ്ടി വരും, പെന്ന് വേണ്ടി വരും, അതൊക്കെ എന്താണ്, സ്റ്റോഴ്സ് ആണ്. ദെൻ സ്പെയേഴ്സ്, സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് എന്ന് പറയും. സ്പെയേഴ്സ് മീൻസ് നമ്മൾ ഓർഗനൈസേഷനിൽ ഇപ്പം ഡയറക്റ്റ്ലി നമ്മളുടെ പ്രോസസ്സിങ്ങിൽ ഇൻവോൾവ് അല്ലെങ്കിലും എന്നാൽ മെഷീൻ്റെ കേസ് എടുക്കുക, മെഷീനാണെന്നുണ്ടെങ്കിൽ മെഷീന് റിപ്പയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേരിയസ് ബോൾട്ടൊക്കെ വേണ്ടി വരും. ഇതൊക്കെ എന്താണ്, നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന ഇൻവെൻറ്ററീസ് അല്ലെങ്കിലും അതിനെ എയ്ഡായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, ഓർ സെക്കൻഡറി ആയിട്ട് വരുന്ന ഐറ്റം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി ടേം ചെയ്യുന്ന സമയത്ത് ഓർ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കൂടെ ഈ സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഈ ഒരു ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ നമ്മളത് സെയിൽ ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെ നമുക്കത് ഇൻവെൻട്രി ആയിട്ട് കീപ്പ് ചെയ്യുന്നുള്ളൂ. ആൻഡ് അതിനുശേഷം നമ്മളതിന് സെയിൽ ചെയ്യുന്നു. എന്നാൽ ഒരു സെയിൽ പർപ്പസിന് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കയ്യിൽ എന്തുണ്ടാകാം, ഇൻവെൻട്രീസ് ഉണ്ടാകാം. ഇറ്റ് ഈസ് ടേംഡ് ആസ് ക്ലോസിങ് സ്റ്റോക്ക്. ബട്ട് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റോക്ക് നമുക്ക് സെല് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെയും എന്തായിട്ട് മാറുന്നു, നെക്സ്റ്റ് ഇയർത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറുന്നു. നെക്സ്റ്റ് ഇയറിൽ അത് ഇൻവെൻട്രി ആയിട്ട് ടേം ചെയ്യുന്നു. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറയുന്നത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ സെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലാണ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഇൻവെൻട്രി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ് ചെയ്യുന്നത്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ക്യാഷ് മാനേജ്മെൻറ്റ് പോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Inventory management can be termed as the total of activities needed for the acquisition, storage and usage of materials.
നമ്മളുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക്, ഇതിനെ നമ്മൾ അക്വിസിഷൻ ടു അതിൻ്റെ യൂസേജ് വരെ നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് അല്ലെങ്കിൽ അക്വയർ ചെയ്ത് കഴിഞ്ഞു. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത് വരെ നമ്മളതിനെ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർട്ടൻ കോസ്റ്റ് ഇൻവോൾവ് ആകും. പർച്ചേസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് പോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്. ആൻഡ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ട് പെരിഷബിൾ നേച്ചറുള്ള പ്രൊഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ കുറച്ച് പീരീഡിലേക്ക് കീപ്പ് ചെയ്ത് പിന്നെ അതിന് ശേഷം നമ്മൾ പുതിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ടി വരും. കാരണം അതൊരു സെർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത ചില റോ മെറ്റീരിയൽസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ നേച്ചറുള്ളതാകുമ്പോൾ നമുക്ക് പിന്നെയും അഡീഷണൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് ആവുന്നുണ്ട്, അവിടെ നമുക്ക് ലോസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് വരുന്നുണ്ട്, നമ്മൾ ഇൻവെൻറ്ററീസുമായിട്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് കോസ്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്, അതിന് വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ഇതിന് ഈ ഒരു ടോട്ടൽ ആക്ടിവിറ്റീസിനെ അത് പർച്ചേസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യുന്ന ആൻഡ് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെ നമുക്ക് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് ടേം ചെയ്യാം. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് മെയിനായിട്ടും ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, കോമൺലി നമുക്ക് ആലോചിച്ചാൽ തന്നെ പോയിൻറ്റ്സ് കിട്ടും, അത് നിങ്ങൾ പോയിൻ്റ് ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ടു എൻഷ്യൂർ സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. എന്തായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷണൽ ഫങ്ഷൻസിൻ്റെ സ്മൂത്ത് ഓപ്പറേഷൻ. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അഡിക്വേറ്റ് ലെവൽ ഓഫ് ഇൻവെൻറ്ററി കീപ്പ് ചെയ്തിരിക്കണം. എക്സസീവ് ആയിരിക്കരുത്, എന്നാൽ അണ്ടർ യൂസേജും ആയിരിക്കരുത്. നമുക്കൊരു അഡിക്വേറ്റ് ലെവലിൽ എപ്പോഴും ഇൻവെൻറ്ററീസ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. Then to avoid overstocking and understocking. Overstocking means നമുക്ക് ആവശ്യമുള്ള ലെവൽ എത്രയാണോ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, നമ്മളൊരു പ്രൊഡക്ഷൻ പ്ലാനിങ് ഉണ്ടാക്കിയിരിക്കും. ഈ പ്ലാനിങ്ങിൽ എന്തുണ്ടാകും, നമുക്ക് സർട്ടൻ എമൗണ്ട് നമ്മൾ ഒരു ഇയറിൽ എത്ര സെയിൽ ചെയ്യണം, എത്ര യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യണം, അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രമേ നമ്മൾ ഇൻവെൻറ്ററീസ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ എക്സസീവും ആയിരിക്കരുത്, ദാറ്റ് ഈസ് ഓവർ സ്റ്റോക്കിംഗ് ആയിരിക്കരുത്, ആൻഡ് അതുപോലെ തന്നെ അണ്ടർ സ്റ്റോക്കിങ്ങും ആയിരിക്കരുത്. എക്സസീവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഫണ്ട് ഐഡിയലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ഇൻവെൻറ്ററിയിൽ നമ്മളുടെ എമൗണ്ടിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പ്രോഫിറ്റബിലിറ്റി ഉള്ള പാർട്സിലേക്ക് നമുക്കതിനെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പം ഓവർ സ്റ്റോക്കിംഗ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് മൊത്തം ഇൻവെൻറ്ററീസിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അതേസമയം അണ്ടർ സ്റ്റോക്കിംഗ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ടായില്ല, നമുക്കൊരു ഓർഡർ പ്രോസസ്സ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിലോ നമുക്ക് വേണ്ട ഇൻവെൻറ്ററി ലെവൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ രണ്ട് ലെവലും എത്താതിരിക്കാൻ, ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാൻ അവിടെ എന്തുണ്ടായിരിക്കണം, ദർ ഷുഡ് ബി പ്രോപ്പർ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. Then to minimize ordering cost and carrying cost. Ordering cost and carrying cost അത് നമുക്ക് നോക്കാനുള്ളതാണ്. ഓർഡറിങ് കോസ്റ്റ് മീൻസ് എന്താണ്, നമ്മളൊരു ഐറ്റം ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർട്ടൻ കോസ്റ്റ് ഇൻവോൾവ് ആയിട്ട് വരും. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ ഈസ് നോൺ ആസ് ഓർഡറിങ് കോസ്റ്റ്. നമ്മൾ ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി കൂടുതലാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ പെർ യൂണിറ്റ് ഓർഡറിങ് കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഓർഡറിൽ 100 യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 റുപ്പീസാണെന്ന് വിചാരിക്കാം. എന്നാൽ സെയിം തന്നെ നമ്മൾ ഒരു 50 യൂണിറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ഓർഡറിങ് കോസ്റ്റ്
എന്ന് പറയുന്നത് 50 ആയിരിക്കും. ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റിൽ ഡിഫറൻസ് വരും. ഫസ്റ്റ് നമ്മൾ 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് 100 ഡിവൈഡഡ് ബൈ 50 ആയിരിക്കും പെർ യൂണിറ്റ് കോസ്റ്റ് വരുന്നത്. എന്നാൽ നെക്സ്റ്റ് കേസിൽ നമ്മൾ 50 യൂണിറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 50 ആയിരിക്കും 1 യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ്. അപ്പോൾ ഈ രണ്ട് കോസ്റ്റും നമുക്ക് ഇൻവെൻറ്ററി റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ഓർ അഡ്വക്കേറ്റ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് മിനിമം ആയിരിക്കണം നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ദെൻ ടു മിനിമൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഇൻ ഇൻവെൻറ്ററീസ്. എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഐഡിയലായിട്ട് ഒരു ഫണ്ട് ഇൻവെൻറ്ററീസിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തിരിക്കണം? ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് വഴി നമ്മൾക്കൊരു സാറ്റിസ്ഫൈയിങ് ലെവലിലായിരിക്കണം നമ്മൾ ഇൻവെൻറ്ററീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ ടു എൻഷുർ ഹൈലി ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. നമ്മൾ പ്രോപ്പർ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും? അഡ്വക്കേറ്റ് ലെവലിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മളുടെ പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കും. അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജോ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് വരുന്ന കോസ്റ്റോ നമുക്കവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുവഴി തന്നെ നമ്മളുടെ കോസ്റ്റ്, നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് എത്തിക്കുന്ന ആ ഒരു കോസ്റ്റ് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്വാളിറ്റിയിൽ കോമ്പൻസേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് റെഡ്യൂസ്ഡ് പ്രൈസിൽ കസ്റ്റമേഴ്സിന് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അവൈലബിൾ ആക്കാനും ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ചീപ്പ് റേറ്റിൽ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ പ്രൈസിൽ ലോവർ എമൗണ്ട് അവൈലബിൾ ആയിരിക്കും. ഒരു പ്രോപ്പർ ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? ഈവൻ ക്വാളിറ്റിയിലാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് എന്ത് വേണ്ട? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റം വേണ്ട, അവർക്ക് ക്വാളിറ്റി ഐറ്റം സർട്ടൻ ലെവലിൽ അവൈലബിൾ ആയാൽ മതി. അപ്പോൾ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യത്തിനുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാനും കഴിയുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട രണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി ഓർ കീപ്പിംഗ് ഇൻവെൻറ്ററീസ്. എന്തുണ്ടായിരിക്കും? നമ്മൾ ഇൻവെൻറ്ററി കീപ്പ് ചെയ്യുന്നത് കൊണ്ട്, ഒരു പ്രോപ്പർ ലെവലിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സർട്ടൻ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അതേസമയം നമ്മൾ ഇൻവെൻറ്ററി റിലേറ്റഡ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ സർട്ടൻ കോസ്റ്റ് കൂടെ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻവെൻറ്ററി ഓർഡർ ചെയ്യേണ്ടത് ഓർ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ്വക്കേറ്റ് ലെവലിൽ നമ്മൾ ഇൻവെൻറ്ററീസ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. നമുക്ക് സ്മൂത്ത് റണ്ണിങ് ഉണ്ടാകും. പ്രൊഡക്ഷനിൽ എന്തുണ്ടാവില്ല? സ്റ്റോപ്പേജസ് ഉണ്ടാകുന്നില്ല. ദെൻ എക്കണോമീസ് ഓഫ് ബൾക്ക് പർച്ചേസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ട്, കറക്റ്റ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, നമുക്ക് ഇത്ര പർച്ചേസ് നടത്തണം. അപ്പോൾ നമ്മളൊരു ഇയറിലേക്ക് വേണ്ട ബൾക്ക് പർച്ചേസസ് നടത്തുന്നു. ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് വേണ്ട അത്രയും പ്രോഡക്റ്റ് നമ്മൾ ബൾക്ക് പർച്ചേസ് നടത്തുന്നു, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ഈ ബൾക്ക് പർച്ചേസസ് നടക്കുമ്പം അവിടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സ് നമുക്ക് വേരിയസ് ഡിസ്കൗണ്ട്സ് തരാറുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ് പീരീഡ് നമുക്ക് മാക്സിമം കൂട്ടി തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ നമുക്ക് എങ്ങനെ കിട്ടും? ബൾക്ക് പർച്ചേസസ് നടത്തുന്ന സമയത്ത് കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ഒരു കറക്റ്റ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
അവിടെ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓർ എക്കണോമീസ് ഓഫ് ബൾക്ക് പർച്ചേസസ് അവൈലബിൾ ആക്കും. ലൈക്ക് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട്സ് ആകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതൊക്കെ അതിൽ വരുന്നതാണ്. ദെൻ ബെറ്റർ ഓർഡർ പ്രോസസ്സിങ്. എങ്ങനെയാണ്? നമുക്ക് ചിലപ്പം നമ്മൾ സാധാരണ നോർമൽ ലെവലിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഫോർകാസ്റ്റഡ് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. എന്നാൽ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്ട്രാ ഓർഡേഴ്സ് നമുക്ക് റിസീവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. നമുക്കവിടെ എക്സ്ട്രാ ഒരു എമൗണ്ട് ഓഫ് ഓർ എക്സ്ട്രാ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓർ ഇൻവെൻട്രീസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വരുന്ന ഏത് അൺഫോർസീൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന ഓർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിന് ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ അൺഫോർസീൻ ആയിട്ട് വരുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ഇൻവെൻട്രി ലെവൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, മിനിമം ലെവലിൽ കീപ്പ് ചെയ്യരുത്. നമ്മൾ അതിന് ഒരു എക്സ്ട്രാ എമൗണ്ട് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഓർഡേഴ്സ് കീപ്പ് ചെയ്യുന്നതിനാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓർഡർ പ്രോസസ്സിങ് വിൽ ബി ബെറ്റർ. നമുക്ക് എത്രയും ഫാസ്റ്റായിട്ട് നമ്മളുടെ ഓർഡേഴ്സിനെ പ്രോസസ്സ് ചെയ്യാം. ദെൻ ഇറ്റ് മെയിൻറ്റെയിൻ കസ്റ്റമർ റിലേഷൻ. കസ്റ്റമർ റിലേഷൻ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ഓർഗനൈസേഷനായിട്ടൊരു ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ബെറ്റർ റിലേഷൻ വിത്ത് വെൻഡേഴ്സ് ഓൾസോ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് പീരീഡ് നമുക്ക് അവൈൽ ചെയ്യുന്നുണ്ട് ക്രെഡിറ്റേഴ്സ് ഓർ വെൻഡേഴ്സ്. അതുപോലെ ഡിസ്കൗണ്ട്സ് കിട്ടുന്നതിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ടൊരു വെൻഡേഴ്സിൻ്റെ അടുത്തു നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് സെർട്ടൻ കോസ്റ്റ് കൂടെ ഇതിൻ്റെ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. കോസ്റ്റ് മീൻ ഇൻവെൻട്രി നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഇതുപോലെ ഇൻവെൻട്രി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർട്ടൻ പീരീഡിലേക്ക് ഇത് ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് സെർട്ടൻ കോസ്റ്റ് വരുന്നുണ്ട്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡറിങ് കോസ്റ്റ് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സെർട്ടൻ എമൗണ്ട് ഒരു സെർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്, റോ മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഓർഡേഴ്സ് കൊടുക്കുന്നോ അല്ലെങ്കിൽ എത്ര ടൈം നമ്മൾ ഓർഡർ കൊടുക്കുന്നോ ആ നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ ബേസിൽ നമ്മൾ ഓർഡറിങ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഒരു അഡ്വക്കേറ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പ്രോപ്പർ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, സിംഗിൾ ഓർഡറിൽ തന്നെ മാക്സിമം അവർക്ക് വേണ്ട മാക്സിമം ലെവൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയണം, പർച്ചേസ് ചെയ്യാൻ കഴിയണം. ഇടയ്ക്കിടയ്ക്ക് ഓർഡർ കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ഓർഡറിങ് കോസ്റ്റ് കൂടും. ഓക്കെ, ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ്, അതായത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ്. ഓക്കെ, ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളത് പർച്ചേസ് ചെയ്ത് നമുക്കതിവിടെ എത്തണം, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളുടെ പ്രിമൈസസിൽ എത്തുന്നത് വരെയുള്ള കോസ്റ്റൊക്കെ തന്നെയും ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരെ നമുക്ക് ഓർഡറിങ് കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ് മേ ഓൾസോ കോൾഡ് ആസ് അക്വിസിഷൻ കോസ്റ്റ് ഓർ സെറ്റപ്പ് കോസ്റ്റ് എന്നും പറയാറുണ്ട് ഓർഡറിങ് കോസ്റ്റിന്. നോർമലി നമ്മൾ ഒ എന്നുള്ളൊരു ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഓർഡറിങ് കോസ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്താണ്? അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ് എന്നൊക്കെ പറയും. എന്താണ്? നമുക്കത് ഓർഗനൈസേഷനിൽ എത്തി നമ്മളുടെ ഗോഡൗണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സെർട്ടൻ പീരീഡിലേക്ക് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് വരെ നമ്മളതിനെ കീപ്പ് ചെയ്യണം. അപ്പോൾ മെയിൻ്റനൻസ് ചാർജസ് വേണ്ടി വരും, ചില സ്റ്റോറേജിൻ്റെ മെയിൻ്റനൻസ് ചാർജസ് വേണ്ടി വരും. അതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ മെയിൻ്റനൻസ് ചാർജസ് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സ്റ്റോറേജ് കോസ്റ്റിൽ വരുന്നതാണ്. ഇപ്പം ചില മെറ്റീരിയൽസ് ആണെങ്കിൽ അതിന് ഇൻഷുറൻസ് വേണ്ടി വരും, തെഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഫേസ്
ഫയർ ഇൻഷുറൻസ് പോലത്തെ ഗോഡൗണിന്, ഇതൊക്കെ സ്റ്റോറേജ് കോസ്റ്റിൽ ഇൻവോൾവ് ആണ്. ഇതും നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മിനിമം ലെവൽ നമ്മളെപ്പോഴും സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻറ്ററി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിലും കുറവാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാകും, നേരത്തെ പറഞ്ഞതുപോലെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഓർഡേഴ്സൊക്കെ തന്നെ നമുക്ക് ലോസ് ആയി പോകും. നമുക്കതെന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുവഴി നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരികയായിരുന്നു എന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ വഴി കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഗുഡ് വിൽ വഴി ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഗുഡ് വിൽ നമുക്ക് ആ ഒരു കസ്റ്റമേഴ്സിനോടുള്ള ഗുഡ് വിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റാതായി പോകും. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഒരു ലോസാണ്. ഇതിന് നമുക്ക് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്താണ്, നമ്മളുടെ ലെവലിലുള്ളതിനേക്കാൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ അടുത്ത് ഇൻവെൻറ്ററീസ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് അതുവഴി നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ഓർഗനൈസേഷന് ലോസാണ് സഫർ ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമ്മളൊരു കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ സ്റ്റോക്ക് ഓർഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട 2 ഫാക്ടേഴ്സ്, സ്റ്റോക്ക് കീപ്പ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതേസമയം സ്റ്റോക്ക് ഓർഡർ ചെയ്യുന്നതും ആൻഡ് കീപ്പ് ചെയ്യുന്നതും റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് എത്രയാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ മിനിമം കോസ്റ്റിലായിരിക്കണം നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. ഓർഡേഴ്സ് മീൻസ് നമ്മളുടെ റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ നമുക്ക് ഇൻവെൻറ്ററീസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേരിയസ് ടെക്നിക്സ് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതും. അപ്പോൾ അതിൽ വേരിയസ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് EOQ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്, സ്റ്റോക്ക് ലെവൽസ്, സേഫ്റ്റി സ്റ്റോക്ക്, ABC അനാലിസിസ്, വെഡ് അനാലിസിസ് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ടെക്നിക്സാണ് നമുക്ക് നോക്കാനുള്ളത്. 10 ടെക്നിക്സാണ് വരുന്നത്. ഇതോരോന്നും നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് നമുക്ക് നോക്കാം, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. EOQ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ നോക്കിയിട്ടുണ്ടാകും, ഡിഗ്രി ക്ലാസ്സസിലൊക്കെ ഉണ്ടാകും. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കോസ്റ്റ് ഏറ്റവും മിനിമം ആവുന്ന രീതിയിൽ, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ഹാരിസ് ഇൻ 1915. ആൻഡ് ഇതിനെ നമുക്ക് എങ്ങനെ ടേം ചെയ്യാം? EOQ, it is the ordering quantity which minimizes total cost of inventory. Total cost include ordering cost and carrying cost. നമ്മളിപ്പോൾ പറഞ്ഞു ഓർഡറിങ് കോസ്റ്റ് എന്താണ്, ക്യാരിയിങ് കോസ്റ്റ് എന്താണ്. അപ്പോൾ ഈ 2 കോസ്റ്റും മിനിമം ആവുന്ന രീതിയിൽ നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്ത് EOQ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൾജബ്രിക് മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് മീൻസ് നമുക്കത് ഗ്രാഫ് വരച്ചിട്ട് കർവ്സ്, ഒരു ഓർഡറിങ് കോസ്റ്റിൻ്റെ ഒരു കേർവ് ഉണ്ടായിരിക്കും ആൻഡ് ക്യാരിയിങ് കോസ്റ്റിൻ്റെ ഇതുണ്ടായിരിക്കും. ആൻഡ് അതിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ദെൻ ടാബുലർ മെത്തേഡ്സ് ഉണ്ട്, ലൈക്ക് കോളംസ് ആൻഡ് റോസ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കാൽക്കുലേഷൻ വഴി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് അത് കൂടാതെ നമുക്ക് ആൾജബ്രിക് മെത്തേഡ് ഉണ്ട്, അതായത് ഇക്വേഷൻ ഓർ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പോപ്പുലർലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ആൾജബ്രിക് മെത്തേഡാണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് EOQ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഇക്വേഷൻ എങ്ങനെയാണ്, എന്താണ് EOQ ഈസ് ഈക്വൽ ടു √2CO ഡിവൈഡഡ് ബൈ I. ഓക്കെ, ഓൾറെഡി
നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഒന്ന് റീകോൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു √2CO. എന്താണ് ഇവിടെ C മീൻസ് ആനുവൽ കൺസംഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇയറിൽ എത്ര കൺസ്യൂം ചെയ്യുന്നു, എത്ര മെറ്റീരിയൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ സർട്ടൻ ലെവൽ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ O മീൻസ് കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നു. ദെൻ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് ആനുവൽ മെഷറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ തരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെയാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ ആനുവൽ മെഷേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് EOQ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക. Calculate EOQ from the following information. Also calculate the number of orders to be placed in a year. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ 10,000 കിലോഗ്രാം, ദെൻ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ 50, കോസ്റ്റ് പെർ കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ ₹2, ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 8% ഓൺ ആവറേജ് ഇൻവെൻട്രി ആണ്. ഇത്രയാണ് നമുക്ക് തന്ന ഇൻഫോർമേഷൻ. ഇത് വെച്ച് നമുക്ക് EOQ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതുക. √2CO ഡിവൈഡഡ് ബൈ I ആണ് ഇക്വേഷൻ. ആൻഡ് ഇവിടെ C എന്ന് പറയുന്നത് നമ്മളുടെ ആനുവൽ കൺസംഷനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളുടെ C എന്ന് പറയുന്നത് എത്രയാണ്? 10,000 കിലോഗ്രാം ആണ്. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ 50. ഓർഡറിങ് കോസ്റ്റ് നമ്മൾ എന്താ O ആണ് ഡിനോട്ട് ചെയ്യുന്നത്. O ഈസ് ഈക്വൽ ടു 50. ദെൻ I എത്രയാണ് പറഞ്ഞത്? സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 8% ഓഫ് ആവറേജ് ഇൻവെൻട്രി. ആവറേജ് ഇൻവെൻട്രി മീൻസ് നമ്മൾ സാധാരണ കീപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ കോസ്റ്റിൻ്റെ 8% ആണ്. അത് സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ്. ടോട്ടൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹2 ആണ്. ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, അതിൻ്റെ 8% ആണ് കോസ്റ്റ് റിലേറ്റഡ് ടു സ്റ്റോറേജ് എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും തരുന്നുണ്ടാവുക. സ്റ്റോറേജ് കോസ്റ്റ് വിൽ ബി ഗിവൺ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 8% ഓഫ് 2 ഈസ് ഈക്വൽ ടു 16 പൈസ. ആൻഡ് ഇത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √2 ഇൻറ്റു CO, C മീൻസ് 10,000 ആൻഡ് O ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 0.16. 2,500 ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. മിനിമം കോസ്റ്റിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്ന മാക്സിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒരു ഓർഡറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന ക്വാണ്ടിറ്റി പറയുന്നത് 25,000 കിലോഗ്രാം ആണ്. ആൻഡ് ഒരു ഇയറിൽ നമുക്ക് 10,000 ടോട്ടൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2,500 ഒരു ഓർഡർ വെച്ച് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എത്ര ഓർഡേഴ്സ് ഒരു ഇയറിൽ നടത്തേണ്ടി വരും? 10,000 ആവണമെങ്കിൽ സിംപ്ലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്രയാണോ ആനുവലി കൺസ്യൂം ചെയ്യേണ്ടത് അതിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന EOQ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 10,000 ഡിവൈഡഡ് ബൈ 2,500 ഈസ് ഈക്വൽ ടു 4 ഓർഡേഴ്സ് പെർ ഇയർ. അപ്പോൾ ഒരു ഇയറിൽ നിങ്ങൾക്ക് 4 ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 10,000 കിട്ടും. അത് കിട്ടുന്നത് എങ്ങനെയാണ്? വിത്ത് മിനിമം കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ.